മുത്തേ ഓ എന്തിനു പരിപാടി? ഞാനിത് വേപ്പല അമ്മമ്മ പറഞ്ഞിട്ടിട്ട്. ആ എങ്ങനെ പോണിപ്പോ പഠിത്തവും കാര്യങ്ങളൊക്കെ? ഓ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാതെ പോണു. രാവിലെ അവിടെ എന്തിനു ബഹളം? അത് ഡാഡി കാറ്ററിങ്ങിന് വേണ്ടി ഗ്യാസ് എടുത്തോണ്ട് പോയി. അപ്പൊ അത് തിരിച്ച് ഫില്ല് ചെയ്ത് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ആകെ പ്രശ്നമായിട്ടിരിക്കുക. ഒരു യുദ്ധം വന്ന വഴിയിൽ എന്തെല്ലാം ദുരന്തങ്ങളില്ലേ അനുഭവിക്കണം നമ്മള്. ഗ്യാസ് കഷ്ടം. ഞാൻ പോട്ടെ. ശരി മുത്തോക്കോ. ശരി. ബാക്കി പോണേ. ഓ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് അത് പറ അവരോട്. അല്ലാതെ പഴയ പോലെ കല്യാണം ആഘോഷം ആർഭാടായിട്ട് നടത്താനൊന്നും പറ്റൂല. ഈ സാഹചര്യം വെച്ചിട്ട് ഇല്ലെങ്കിൽ കല്യാണം കുറച്ച് മാറ്റി വയ്ക്കാൻ പറ. യുദ്ധം കഴിയട്ടെ. നീ പറഞ്ഞാൽ മതി. എന്താ ഒന്നും പറയണ്ടെന്നേ. ഗ്യാസ് വരും. ഈ ഗ്യാസും കൊണ്ടുവന്ന വണ്ടി പോലീസ് പിടിച്ച് അകത്ത്. ഗ്യാസും കൊണ്ടുവന്ന വണ്ടിയെ പോലീസ് പിടിച്ച് അകത്ത്. അല്ല, ഗ്യാസിന്റെ പ്രശ്നമല്ല, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. നീ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഇൻഷുറൻസ് എടുക്കാം. അവധിയല്ലേ, ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഇനി 2 ദിവസം കഴിയണം. അപ്പൊ അതുവരെ വണ്ടി സ്റ്റേഷനിൽ കിടക്കും. സ്റ്റേഷനിൽ തൊണ്ടിയോടെ പിടിച്ചിട്ടേക്കണ വണ്ടി ഗ്യാസ് എടുക്കാന്ന് പറഞ്ഞാൽ വരും. ഗ്യാസ് എത്തും. അതെ, നിങ്ങൾക്കൊക്കെ അല്ലേ ഗ്യാസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റായുള്ളൂ. വാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ. ചേച്ചി അവിടെ 4 കൂട്ടം കറിയും ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെറുക്കനെ അങ്ങോട്ടേ നിങ്ങൾ ഉപയോഗിച്ചോ? അവിടെ തെറ്റ് എടുത്തോ. അല്ല ഗ്യാസ് ഇല്ലാന്ന് സൊലി ചേച്ചിയല്ലേ പറഞ്ഞത് ഗ്യാസ് ഇല്ലാന്ന് ചോദിച്ചപ്പോ? അല്ല, ഇനി 1 മാസം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവൻ പറഞ്ഞു മുത്ത് ഗ്യാസ് ചോദിച്ചു, ഇവിടെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ പ്രശ്നമാണെന്ന്. അമ്മ ഡ്രസ് മാറിയിട്ട് വരാം നമുക്ക്. അല്ല, ഈ യുദ്ധം നടക്കുമ്പോഴേ അയൽ രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമില്ലേ? അതുകൊണ്ടാണേ തെറ്റിദ്ധരിച്ചാലേ. ഇങ്ങോട്ട് നേരെ നേരെ ചേച്ചി നേരെ. ഇല്ല പൊക്കോ, നേരെ നേരെ പൊക്കോ.